ഹായ് ഓൾ. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെർമ്യൂട്ടേഷന്റെ ഫോർമുല റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എന്നിന്റെ വാല്യൂ നമ്മൾ കാണണം. ഇഫ് NP5 is equal to 42 NP3 given n is greater than 4. സോ ഈ ഒരു സംഭവം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയേണ്ടത് NPRന്റെ ഫോർമുല ആണ്. ബട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പൊ 5P3 എന്ന് ചോദിച്ചാൽ നമ്മൾ പെർമ്യൂട്ടേഷന്റെ ഫോർമുലയിൽ 5 എന്ന് പറയുന്ന നമ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 3 എന്ന് കണ്ടു കഴിഞ്ഞാൽ 3 ടേം വരെ പ്രീ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 5 × 4 × 3 എന്ന് എഴുതിയാൽ മതി. നമ്മൾ ഫോർമുല യൂസ് ചെയ്യണ്ട. അപ്പൊ നമ്മോട് ചോദിക്കുന്നത് NP2 ആണെങ്കിൽ n എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 ടേം വരെ പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക n × n-1 ആ ഒരു പാറ്റേണിൽ. സോ NP5 എന്ന് പറഞ്ഞാൽ 5 ടേമുകൾ വേണം. NP3 എന്ന് പറഞ്ഞാൽ 3 ടേമുകൾ വേണം. സോ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് രണ്ടിലും നമ്മൾ നോക്കുമ്പോൾ NP5ന്റെ എക്സ്പാൻഷൻ ഇതാണ്, NP3ന്റെ എക്സ്പാൻഷൻ ഇതാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് n-1 n-2 ഇത് രണ്ടും കട്ടാവും. ഇത് കട്ടായാൽ റിമൈനിങ് n-3 × n-4ന്റെ വാല്യൂ നമുക്ക് 42 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്കൊന്നും പോകണ്ട. n-3ഉം n-4ഉം രണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ, അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ. സോ ഏത് രണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 42 കിട്ടുക. അടുത്തടുത്തുള്ള ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും 42 കിട്ടുക. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 6ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 42 കിട്ടും. സോ നമുക്ക് പറയാം 6 × 7. ഇതിൽ വലിയ ആള് n-3 ആയതുകൊണ്ട് നമുക്ക് n-3ന്റെ വാല്യൂ 7 എന്നും n-4ന്റെ വാല്യൂ 6 എന്നും കൊടുക്കാം. 7 × 6ന്റെ വാല്യൂ 42 ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും n-3ന്റെ വാല്യൂ ആണ് 7 എന്ന് പറയുന്നത്. സോ n-3ന്റെ വാല്യൂ 7 ആണെങ്കിൽ n-ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 7 + 3 അതായത് 10 എന്ന് കിട്ടും. ഇതാണ് n-ന്റെ വാല്യൂ. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് വേണമെങ്കിൽ -7ഉം -6ഉം കൊടുക്കാം. സോ n-3ന്റെ വാല്യൂ -6ഉം n-4ന്റെ വാല്യൂ -7ഉം അങ്ങനെ കൊടുക്കുമ്പോഴും ആൻസർ 42 ആണ്. ബട്ട് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ n നമുക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് നമ്പറാണ്. n ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റൂല. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.